ട്രാക്കൊക്കെ കണ്ടു വന്നിട്ടുണ്ട്. ട്രാക്ക് കണ്ടിട്ട് എങ്ങനെയുണ്ട്? ട്രാക്ക് സീനാണ്. നമ്മുടെ വണ്ടി സ്റ്റോക്ക് ആയതുകൊണ്ടാണ് നമുക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ട്. അത്യാവശ്യം നല്ല കുഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ട്രാക്കിൽ ഇറങ്ങണ മുമ്പ് നമ്മൾ വൈപ്പർ ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മളത് ഊരിയിട്ടൊന്ന് ശരിയാക്കാൻ പറ്റുമോ നോക്കാം കേട്ടോ. നിങ്ങളെ ആക്സിലേറ്റർ കട്ടായി പോയില്ലേ? ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ടർബോ വ്ലോഗ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ എവിടെയാണെന്ന് വെച്ചാൽ പെരുമ്പാവൂരിൽ ATCയുടെ 3ാമത്തെ ഓഫ് റോഡ് ചാലഞ്ച് നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇവൻറ്റ് കാണാനായിട്ട് നമ്മൾ വന്നേക്കുന്നത്. ഇവൻറ്റ് കാണാൻ മാത്രമല്ല, വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഇവൻറ്റിൽ പങ്കെടുക്കുന്നതും കൂടി ഉണ്ട് കേട്ടോ. ബിഗിനേഴ്സ് ട്രാക്കിൽ നമ്മളും കൂടി പങ്കെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ വിശേഷം കാര്യങ്ങളൊക്കെ ഇന്ന് നമുക്ക് ഈ വീഡിയോക്കകത്ത് കാണിക്കാം കേട്ടോ. അപ്പോൾ അവിടെ നമ്മുടെ റേസും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു ഇൻട്രോ എടുക്കാൻ വേണ്ടി ഇവിടെ നിന്ന് വന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി നേരെ ട്രാക്കിലോട്ട് പോയി ട്രാക്കിലെ വിശേഷങ്ങൾ കാണാം കേട്ടോ. ഇതാണ്ടോ നമ്മൾ പറഞ്ഞ ട്രാക്ക്. അവിടെ ട്രാക്കും ഇവൻറ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ 55ഓളം വണ്ടി നമ്മുടെ ഈ ഒരു ഇവൻറ്റിൽ പങ്കെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ജിംനി ക്ലാസിൻ്റെ ഓഫ് റോഡും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നല്ല മഴയാണ്. എല്ലാവരും റെയിൻകോട്ടും കാര്യങ്ങളൊക്കെ ഇട്ട് നല്ല കളർഫുള്ളായിട്ട് ഇപ്പോൾ ഉണ്ട്. അപ്പോൾ നമുക്കതേ ഇവൻ്റ് ഇനി കാണാം കേട്ടോ. ജിംനി ക്ലാസിൻ്റെ ഓഫ് റോഡും കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി അങ്ങോട്ട് പോയിട്ട് അവിടുത്തെ വീഡിയോയും കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ നമ്മുടെ പാലായിലുള്ള അച്ചായൻ അടുത്ത അവരുടെ വന്ന് തോന്നുന്നു. ബിഗിനേഴ്സ് ക്ലാസിന്റെ ലോട്ട് എടുക്കാൻ വേണ്ടി എല്ലാവരും നിൽക്കുവാണ്. നമ്മൾ ട്രാക്കൊക്കെ കണ്ടു വന്നിട്ടുണ്ട്. ട്രാക്ക് കണ്ടിട്ട് എങ്ങനെയുണ്ട്? ട്രാക്ക് സീനാണ്. നമ്മുടെ വണ്ടി സ്റ്റോക്ക് ആയതുകൊണ്ടാണ് നമുക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ട്. അത്യാവശ്യം നല്ല കുഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. മാക്സിമം നമുക്ക് ടൈം പോയാലും കുഴപ്പമില്ല, കംപ്ലീറ്റ് ചെയ്യാൻ നോക്കാം. അത്രേ ഉള്ളൂ. ബിഗിനേഴ്സ് അല്ലേ, അങ്ങനെയൊക്കെ വരുള്ളൂ. അത്രേ ഉള്ളൂ. അപ്പോൾ അതായത് ബിഗിനേഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങളൊന്ന് ഫ്രഷപ്പായി ഒന്ന് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് വണ്ടി ഒന്ന് റെഡിയാക്കട്ടെ അല്ലേ. നമ്മൾ ട്രാക്കിൽ ഇറങ്ങണ മുമ്പ് നമ്മൾ വൈപ്പർ ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മളത് ഊരിയിട്ടൊന്ന് ശരിയാക്കാൻ പറ്റുമോ നോക്കാം കേട്ടോ. വരുമ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് വരുമെന്ന് പറഞ്ഞ പോലെ. അത് മാത്രമേ വൺ സൈഡ് ഇടാം. അന്ന് വൺ സൈഡ് കൊടുക്കും. ഇപ്പോൾ 10ാമത്തെ വണ്ടി എങ്ങാണ്ടായിട്ടുണ്ട് കേട്ടോ. മഴയായിട്ട് പോലും ആൾക്കാർ ഉണ്ടോ ജീപ്പിൻ്റെ മേളിൽ കയറി എന്നൊക്കെ കേട്ടോ വീഡിയോ കാണുന്നത്, റേസ് കാണുന്നത് കേട്ടോ. നമ്മളപ്പോൾ 2 വൈപ്പർ ലോഡ് വലിക്കുന്നില്ല, ഒരു വൈപ്പർ വലിക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഒരു വൈപ്പർ ഇട്ട് നോക്കാം, ഇല്ലെങ്കിൽ വൈപ്പർ ഇല്ലാണ്ട് പോയിട്ട് വരാം. അപ്പോൾ ഗായ്സ് ഇതേ നമ്മുടെ ട്രാക്കിൽ ഇറങ്ങാനുള്ള നമ്പർ കിട്ടിയേക്കുവാണ്. 125 ആണ് നമ്പർ. അപ്പോൾ നമ്മളിത് ബോണറ്റിൻ്റെ മേളിൽ ഒട്ടിക്കും കേട്ടോ. ഗായ്സ് അപ്പം നമ്മൾ കണ്ട സ്റ്റിക്കർ ഒട്ടിച്ചേക്കുണ്ടോ. ടോർക്ക് സീസൺ 3 ATC ടോർക്ക് സീസൺ 3 ബിഗിനേഴ്സ് 125 നമ്പർ. എന്നാ പറയാനുള്ളത് ചിക്കനെ കുറിച്ച്? അത്രേ ഉള്ളൂ. വിന്നർ ചിക്കൻ ഡിന്നർ എന്നാണ്, ചിക്കൻ ഡിന്നർ എന്നാണ് പറയണത്. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം കേട്ടോ. നമ്മൾ ട്രാക്കിൽ ഇറങ്ങാൻ പോവാണ്. തൊട്ടടുത്തുള്ള നമ്മുടെ പാലക്കാട് അച്ചായൻ്റെ വണ്ടിയുണ്ട്. അച്ചായൻ്റെ വണ്ടി ഇറങ്ങി കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ഇറങ്ങും കേട്ടോ. അപ്പോൾ ഇനി ഒന്നും പറയില്ല, ഇത് നമുക്ക് ട്രാക്കിൽ കാണാം. ഓക്കെ.
കാലോട് കാല് കൊടുത്തോ ഫുള്ള് കോട് ത്രോട്ടിൽ കോട് റൈറ്റ് വിടി ഫുള്ള് കാലോട് കേറി വാ വീല് നേരെയാക്കി വാടാ. അതെ ഗായ്സ്, നമ്മുടെ വണ്ടി ട്രാക്കിൽ ഇറങ്ങിയായിരുന്നു. പകുതി എത്തുമ്പോഴത്തേക്കും ആക്സിലേറ്റർ കേബിൾ കട്ടായിട്ടോ. അപ്പോൾ നമ്മൾ റിക്കവർ ചെയ്യുമ്പോൾ ആളെ വിളിച്ചേക്കുവാണ്. നമ്മുടെ പ്രേംചേട്ടൻ ടീമൊക്കെ വന്നിട്ടുണ്ട്. എല്ലാവരും ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. എനിക്ക് വേറൊരു കേസ് കൂടി കാണിച്ചു തരാം. ഇത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കേട്ടോ, ചാനൽ സബ്സ്ക്രൈബേഴ്സാണ്. പേരെങ്ങനെയാണ്? രാഹുൽ. എങ്ങനെയാണ്? ജിബിൻ. അപ്പോൾ നമ്മുടെ വണ്ടി കണ്ടിട്ട് നമ്മൾ വന്നല്ലേ, എങ്ങനെ നമ്മൾ ഇവിടെ ഉണ്ടെന്ന് മനസ്സിലായി? വണ്ടി അപ്പോൾ നമ്മുടെ വണ്ടി കണ്ടിട്ട് അവർ വന്നതായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ഫസ്റ്റ് ട്രാക്ക് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കി നമുക്ക് അടുത്ത ട്രാക്കിൽ പിടിക്കാം. നല്ല തീറ് മഴയാണ്. നമ്മുടെ ശ്യാംബ്രോയുണ്ട്, പ്രവീൺ ചേട്ടനുണ്ട്, എല്ലാവരും നമുക്കിപ്പോൾ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇത് അമ്മച്ചി അവിടെ കുടയും പിടിച്ചുകൊണ്ട് ഇപ്പോൾ കേട്ടോ. ഓക്കെ, നമുക്കിനി അടുത്ത ട്രാക്കിൽ പിടിക്കാം അല്ലേ? ആ ഗൈസ്, നമ്മളങ്ങനെ ഒരു വിധത്തിൽ ആക്സിലേറ്റർ കയറ് കൊണ്ടും ടാഗ് കൊണ്ടൊക്കെ കെട്ടി സെറ്റാക്കിയിരിക്കും കേട്ടോ അല്ലേ? എന്നെ പറയാനുള്ളേ അങ്ങനെ നമ്മുടെ ട്രാക്കിലെ പരിപാടി കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളിനിപ്പോൾ റോഡിലോട്ട് ട്രാക്കിൽ നിന്ന് മാറ്റും കേട്ടോ. നമ്മുടെ വണ്ടി മാറ്റിയാൽ മാത്രമേ ബാക്കി കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ കേട്ടോ. ഹായ്, എങ്ങനെയുണ്ട് ജീപ്പ് റൈസ്? എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് ജീപ്പ് റൈസ്? എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞാ നല്ലതാ. അത്രേ ഉള്ളൂ. ആട്ടെ ഒറ്റ കാലോടെ പോകുന്നു. ആടി പോണേ. സാധാരണ അഭിമാനം. അത്ര ഉള്ളു. കയ്യടാ. ആ മച്ചാനെ തകർത്തു. ഇത് ജീപ്പിന്റെ അഭിമാന നിമിഷം. സ്റ്റോക്ക് വണ്ടിയുടെ അഭിമാന നിമിഷം. എങ്ങനെയുണ്ടെന്ന് ചേട്ടാ? അടിച്ചു കേട്ടോ. അടിപൊളി തകർത്തു. ഇത് സ്റ്റോക്ക് വണ്ടിയുടെ അഭിമാന നിമിഷം. ഇടുക്കിക്കാരുടെ അഭിമാന നിമിഷം. എങ്ങനെയും ട്രാക്ക് കംപ്ലീറ്റ് ചെയ്തു അല്ലേ? അടിപൊളി. എങ്ങനെ ഉണ്ടായിരുന്നു? പ്ലേ ഒക്കെ ഇങ്ങനെ കൺട്രോൾ ചെയ്യാൻ? ആ, കുഴപ്പമില്ലായിരുന്നു. സൂപ്പർ. ആദ്യമായിട്ട് ഇറങ്ങുന്നതാണ്. അതെ. പക്ഷേ റേസ് കണ്ടാൽ തോന്നുന്നില്ലല്ലോ ആദ്യമായിട്ട് ഇറങ്ങുന്നതല്ലേ. ശരി.
ഞാനാണ് മൊത്തത്തിൽ അതെ, പുള്ളിയാണ് കിളി, പുള്ളിയാണ് മെക്കാനിക്കൽ സപ്പോർട്ട് അല്ലേ? ആ അത്രേ ഉള്ളൂ. ആ കണ്ടോ 4:20 ഫിനിഷ് ആയിട്ടോ നമ്മുടെ ഈ വണ്ടി. സ്റ്റോക്ക് വണ്ടി ആണെങ്കിലും അല്ലേ? അത്രേ ഉള്ളൂ, അത്ര 3:59 അല്ലേ? മറ്റേ വണ്ടിക്ക് 4 സംതിങ്. ഓ പൊളിച്ചു, അത്രേ ഉള്ളൂ. ആ ഒറ്റ കൊടുപ്പ്. അതെ, ഞങ്ങളെ ആക്സിലേറ്റർ കട്ടായി പോയില്ലേ? അല്ലെങ്കിൽ കാണായിരുന്നു. അപ്പൊ എന്തായാലും നമ്മുടെ ഈ സ്റ്റോക്ക് വണ്ടി വെച്ചിട്ട് ബെസ്റ്റ് ടൈമിംഗ് ആണ് കിട്ടി. എത്ര 4 സംതിങ് കേട്ടോ. അപ്പൊ എന്തായാലും പൊളിച്ചു സ്റ്റോക്ക് വണ്ടി കേട്ടോ. ഞാൻ വണ്ടിയിൽ കാണിച്ചു തരാം. ഈ സ്റ്റോക്ക് വണ്ടി കേട്ടോ ഈ ഒരു ടൈമിങ് നമ്മൾ കവർ ചെയ്ത് കേട്ടോ. ഇതാണ് നമ്മൾ വണ്ടി ഓടിച്ച മഹാൻ. അത്രേ ഉള്ളൂ. നവരക്കാട്ട്, അതെ നവരക്കാട്ട് എന്ന് പറഞ്ഞാൽ അറിയുള്ളൂ അല്ലേ? ആ നാട്ടിലൊക്കെ നവരക്കാട്ട് എന്ന് പറഞ്ഞാലേ അറിയത്തുള്ളൂ കേട്ടോ. അതാണ് ബ്രാൻഡ് കേട്ടോ. ഇതാണ് നമ്മുടെ ബ്രാൻഡ്. അത്രേ ഉള്ളൂ. പെരുമ്പാവൂർ വന്നാൽ നമ്മൾ കൊലയാളി. അപ്പം എന്തായാലും കിടിലായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. തംസ് അപ്പ്. പ്രത്യേകം ആ ഓണത്തിന് ഓണത്തിന് പടത്തിൽ. അത് ശരി, നൈസിന്റെ ഇടയിൽ കൂടെ അതും കയറ്റി വിടുക അല്ലേ? അതിന്റെ ഇടയിൽ കൂടെ നൈസ് പ്രൊമോഷൻ കൂടെ ഉണ്ട് കേട്ടോ. നടക്കട്ടെ. അപ്പൊ സിനിമാക്കാരനും കൂടിയാ അല്ലേ? അപ്പൊ എന്തായാലും നമ്മുടെ ജീപ്പ് അടിപൊളിയായിട്ട് നമുക്കിനി അടുത്ത ട്രാക്കിൽ കാണാം.